1900 നല്ലേപ്പള്ളി എന്ന് പറയുന്ന പാലക്കാട് ചിറ്റൂരിലെ ഒരു ഗ്രാമത്തിൽ ഒരു ഭൂകമ്പം ഉണ്ടായി. 1900 ഫെബ്രുവരി മാസം 8-ാം തീയതി പുലർച്ചെ 3:11 റിക്ടർ സ്കെയിൽ 6.1 വരുന്ന ഭൂകമ്പം ഉണ്ടായി. ആ ഭൂകമ്പം കോയമ്പത്തൂർ ഭൂകമ്പം എന്ന ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ആ കോയമ്പത്തൂർ ഭൂകമ്പം കൊണ്ട് മധുര, കോയമ്പത്തൂർ, തമിഴ്നാടിൻ്റെ കുറേ ജില്ലകൾ, കേരളത്തിൽ കൊച്ചി വരെ അതിൻ്റെ അലയൊലികൾ ഉണ്ടായി. തൃശ്ശൂർ, പാലക്കാട് ഒക്കെ. ആ ഭൂകമ്പം 100 വർഷത്തിന് 30 വർഷം മുമ്പോ 100 വർഷത്തിന് 30 വർഷം ശേഷമോ ഉണ്ടാകാമെന്ന് ഭൗമശാസ്ത്രജ്ഞന്മാർ പറയുന്നു, സിസ്മോളജിസ്റ്റുകൾ പറയുന്നു. അപ്പം 100 വർഷത്തിന് 30 വർഷം മുമ്പുണ്ടായിട്ടില്ല. അപ്പോൾ 100 വർഷത്തിന് 30 വർഷത്തിനുള്ളിലുണ്ടാകാം. ഇപ്പം 23 വർഷം കഴിഞ്ഞ് 24 വർഷത്തിലേക്ക് കിടക്കുന്നു. സീസ്മോളജിസ്റ്റുകളുടെ പ്രവചനം പഠനമനുസരിച്ച് ഏതു നിമിഷവും ആ നല്ലേപ്പള്ളി ഭൂകമ്പം ആവർത്തിക്കാം, റിപ്പീറ്റ് ചെയ്യപ്പെടാം. അതങ്ങനെ ഉണ്ടായാൽ 1900 അവസ്ഥയല്ല ഉള്ളത്. ഇന്ന് ഉത്തുംഗ ശൃംഗങ്ങളുണ്ട്, വലിയ വലിയ കെട്ടിടങ്ങളുണ്ട്, വലിയ വലിയ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഉണ്ട്. എന്തൊരു നാശമായിരിക്കും കേരളത്തിലുണ്ടാവുക. അതുപോലെ തന്നെ ഈ 84 ഡാംസിൻ്റെ വാട്ടർ പ്രഷർ കൊണ്ട് കേരളം മൊത്തത്തിൽ തന്നെ വലിയ ഭൂകമ്പ സാധ്യത ഉള്ള പ്രദേശമായി. നമ്മുടെ അവസ്ഥ വളരെ ദയനീയമാണ്. നമ്മൾ അഫ്ഗാനിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ അത് അഫ്ഗാനിസ്ഥാനിലാണ്, ലിബിയയിൽ ഡാം പൊട്ടുമ്പോൾ അത് ലിബിയയിലാണ്, നേപ്പാളിൽ ഭൂകമ്പം ഉണ്ടാകുമ്പോൾ നേപ്പാളിലാണ്. അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരിക്കും. ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഈ ഇന്ത്യയിൽ 36 ഡാം പൊട്ടിയ ഇന്ത്യയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. 36 ഡാംസ് ഇന്ത്യയിൽ തകർന്ന് ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ച ഒരു രാജ്യത്ത് നിന്നാണ് സംസാരിക്കുന്നത്. ഇത് നാളെ നമ്മുടെ വിധിയാവരുത്. അതാണ് ഞാൻ ഇത്രയും തീവ്രമായിട്ട് നിങ്ങളോട് പറയണത്. ഇത് നമ്മുടെ വിധി ആയിക്കൂടാ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ 36 ഡാം പൊട്ടിയതിൻ്റെ താഴ്വരകളിൽ ഇത്രയും ജനങ്ങളില്ല, ഫാക്ടറികളില്ല, ക്രൂഡ് ഓയിൽ സംസ്കരിക്കുന്ന റിഫൈനറി പോലുള്ള സ്ഥാപനങ്ങളില്ല. ഈ ക്രൂഡ് ഓയിൽ വെള്ളത്തിൽ കലർന്ന തീ പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? കൊച്ചിൻ ഓയിൽ റിഫൈനറിയിലെ ക്രൂഡ് ഓയിൽ മുഴുവനും വെള്ളത്തിൽ കലർന്ന് അറബിക്കടലിന് തീ പിടിച്ചാലുള്ള സ്ഥിതി എന്താണ്? ഇവിടെ നിന്ന് ഗൾഫ് രാജ്യങ്ങൾ വരെ കത്തത്തില്ലേ? നേവൽ ആർമമെന്റ് ഡിപ്പോ ഉണ്ടാവുമോ കൊച്ചിയിലെ? സദേൺ നേവൽ കമാൻഡ് ഉണ്ടാവുമോ? അവിടെയൊക്കെ എന്തെല്ലാം സൂക്ഷിച്ചിരിക്കുന്നു വല്ല നിശ്ചയമുണ്ടോ? എത്ര പോയിസണസ് ഗ്യാസ് ഉണ്ടാക്കുന്ന ഫാക്ടറികളുണ്ട്, എത്ര നൈട്രജൻ, ഹീലിയം എന്ന് പറഞ്ഞ് വിഷവാതകങ്ങളും കെമിക്കൽ സാധനങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന എന്തുമാത്രം ഫാക്ടറികൾ ഈ ഏരിയയിലുണ്ട്. ഒന്നും വേണ്ട, നമ്മുടെ വീട്ടിലുള്ള LPG സിലിണ്ടറിൻ്റെ ആ LPG പുറത്തേക്ക് വന്നാൽ, വൈപ്പിൽ LPG ടെർമിനലില്ലേ, അവിടെ നിന്നൊക്കെ ഈ വാതകങ്ങൾ പുറത്തേക്ക് വന്നാൽ, കൊച്ചിൻ എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിലെ ഏവിയേഷൻ ഫ്യൂവല്, ഒരു 10 മീറ്റർ അകലത്തോടെ തീ പോയ കത്തുപിടിക്കുന്ന സാധനമാണ് ഏവിയേഷൻ ഫ്യൂവല്. അവിടെ കിടക്കുന്ന പ്ലെയിനുകളിലെല്ലാം, എയർക്രാഫ്റ്റുകളിലെല്ലാം തന്നെ ഈ ഫ്യൂവലുണ്ട്. ഫ്യൂവൽ അവിടെ സംഭരിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പുറത്തേക്ക് വന്ന് കത്ത് പിടിച്ചാൽ കേരളം മുഴുവനും കത്തില്ലേ? നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ നിഷ്ക്രിയരായിരിക്കരുത്. എന്നെ കേൾക്കുന്ന ഈ ബോക്സ് അല്ലേ, മില്ലുകാരൻ കേൾക്കുന്ന ജനങ്ങൾ നിഷ്ക്രിയരായിരിക്കരുത് ഒരിക്കലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ വിശ്വസിച്ചിട്ട് കേരളത്തിലെ ഇടതും വലുതുമായ രാഷ്ട്രീയ നേതൃത്വത്തെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ നേതൃത്വത്തെ വിശ്വസിച്ചുകൊണ്ട് നമുക്കിവിടെ ജീവിക്കാൻ പറ്റൂല. നമ്മുടെ പരമാവധിയായി ഇവർ കേരളം നശിപ്പിക്കുന്നതിൻ്റെ പരമാവധിയായി നിങ്ങളുടെ മക്കൾക്ക് അമ്മമാർ ചോറുരുട്ടി കൊടുക്കുന്നു. വിഷമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. വിഷമാണ്. ശുദ്ധഭക്ഷണം തരാനായിട്ട് ഇവിടുത്തെ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല. തമിഴ്നാട്ടിൽ നിന്നും പല സ്ഥലത്തു നിന്നും വരുന്ന ഭക്ഷണമാണ് നമ്മൾ കൊച്ചു മക്കളെ, കുഞ്ഞുങ്ങളെ മടിയിലിരുത്തി വാരിക്കൊടുക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ശുദ്ധഭക്ഷണം തരാനായിട്ട് ശുദ്ധമായ ഒരു സർക്കാർ നാളിതുവരെ കേരളത്തിലില്ല. ശുദ്ധഭക്ഷണമില്ല, ശുദ്ധജലമില്ല, ശുദ്ധവായുവില്ല. ഈ ജനങ്ങൾ 25 വയസ്സും 30 വയസ്സാകുമ്പോഴേക്കും പ്രമേഹവും കാർഡിയാക് അറസ്റ്റും ക്യാൻസറും വരുന്നതിൻ്റെ കാരണം എന്താണ്? ഈ ഭരണമാണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഇവിടുത്തെ ഇടതുപക്ഷ ഭരണവും വലതുപക്ഷ ഭരണവും കാലാകാലങ്ങളിലായി കേരളം ഭരിച്ച് മുടിപ്പിച്ച് ഇവിടുത്തെ പ്രകൃതി നശിപ്പിച്ച് മനുഷ്യനെ നശിപ്പിച്ച് ഇവിടുത്തെ യുവതയെ മുഴുവനും മയക്കുമരുന്നിൽ മുക്കി, മദ്യത്തിൽ മുക്കി ഈ നാടിനെ നശിപ്പിച്ച ഈ രാഷ്ട്രീയത്തെ നിങ്ങൾ തിരിച്ചറിയണം. ഈ രാഷ്ട്രീയം കേരളത്തിൽ നിന്നും നിങ്ങൾ തൂത്തറിഞ്ഞില്ലെങ്കിൽ ഒരു രക്ഷയുമില്ല. മുല്ലപ്പെരിയാറിൻ്റെ വിഷയം കോടതിയൊന്നുമല്ല.
മുല്ലപ്പെരിയാർ വിഷയം തീർക്കണമെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കേ തീർക്കാൻ പറ്റുള്ളൂ. ഒരു കോടതിക്കും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും തീർക്കാൻ പറ്റില്ല. നിങ്ങൾ ഉറങ്ങിക്കിടന്നാൽ, നിങ്ങൾ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഉറങ്ങിക്കിടന്നാൽ നിങ്ങൾ നിത്യമായിട്ട് ഉറങ്ങും. അതേ എനിക്ക് പറയാനുള്ളൂ. ഇവിടുന്ന് എവിടെ ഈ തിരുവനന്തപുരംകാർ, കാസർഗോഡുകാർ, ഞങ്ങൾ ഇതിൻ്റെ അടിയിലല്ല. നിങ്ങൾ ലിബിയയിലേക്ക് നോക്ക്. 2 TMC വെള്ളം കൊണ്ട് കടലിൽ പോയി ലിബിയ നക്കി തുടച്ചിട്ട് ഡർണ എന്ന് പറയുന്ന നഗരം നക്കി തുടച്ച് 2 ഡാം പൊട്ടിയത് 2 TMC ഉള്ളൂ, 2 ഡാമിലും കൂടി. ഈ വെള്ളം കടലിലേക്ക് പോയത് തിരിച്ച് വലിയൊരു സുനാമിയായി വന്നു. എങ്ങനെ വന്നു? 7 നില കെട്ടിടത്തിൻ്റെ മുകളിലൂടെ വന്ന് നമ്മൾ TV കണ്ണാലെ കണ്ട വിഷയമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, മുല്ലപ്പെരിയാർ ഡാമിൽ 15 TMC വെള്ളം, ഇടുക്കിയിൽ 70 TMC വെള്ളം, ഭൂതത്താൻകെട്ട്, ലോവർ പെരിയാറക്കത്തിൻ്റെ അടി കിടക്കുന്ന ഡാംസ് എല്ലാത്തിലും കൂടി 100-120 TMC വെള്ളം. 120 TMC എന്ന് പറഞ്ഞാൽ 120 കിലോമീറ്റർ നീളം, 1 കിലോമീറ്റർ വീതി, 100 അടി താഴ്ച. നമ്മുടെ ഭാവനയിൽ നിൽക്കില്ല, ഒരു മനുഷ്യൻ്റെയും തലച്ചോറിൽ നിൽക്കില്ല. അത്രയും വെള്ളം അതിശക്തമായിട്ട് 850 മീറ്റർ ഉയരത്തിൽ നിന്ന് അറബിക്കടലിലേക്ക് പതിച്ചാൽ, അത് വേലിയേറ്റ സമയത്താണെങ്കിൽ കൂടുതൽ പേടിക്കണം. ഈ വെള്ളം ആ ഹൈഡ്രോളിക് ഹാമറിംഗ് എന്ന് പറയുന്ന എഫക്റ്റ് കൊണ്ട് ഭൂമിയുടെ മറ്റേ അറ്റത്തേക്ക് മാറിക്കൊടുക്കും. പിന്നീട് ഒരു വരവുണ്ട്, അത് ഡർണയിൽ ചെറിയ ഒരു അനുഭവമായിട്ട് നമ്മളെ കാണിച്ചു തന്നു ലിബിയയിൽ. പിന്നീട് ഒരു വരവുണ്ട്, കേരളം മുഴുവൻ നക്കി തുടയ്ക്കാനും ഗോവയും മുംബൈയും കർണാടകത്തിൻ്റെ തീരപ്രദേശങ്ങളും നക്കി തുടച്ചുകൊണ്ട് അറബിക്കടലിൽ പോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതാണ് നോസ്ട്രഡാമസിൻ്റെ പ്രവചനം. അത് ഫലിക്കാതിരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഈ അലറി വിളിച്ച് പറയുന്നത്. അതിനു വേണ്ടിയിട്ടാണ്. അതിന് നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ എനിക്ക് അലറാനും കരയാനും സങ്കടപ്പെടാനും ഒക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് അല്ലാണ്ട് ആരോടെങ്കിലും വിരോധം ഉണ്ടായിട്ടൊന്നും അല്ല. ഒരു വ്യക്തിയോടും വിരോധം ഉണ്ടായിട്ടല്ല, ഒരു ശത്രുവിനോട് പോലും എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല. കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കുമ്പോൾ സങ്കടം വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ അലറി വിളിച്ച് പറയുന്നത്. അതുകൊണ്ട് ഇനി ഉറങ്ങിക്കിടന്നാൽ നമ്മൾ നിത്യമായി ഉറങ്ങും. കേരളത്തിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഉണരുക എന്നുള്ളതാണ്. നിങ്ങൾ ഉണരുക. എന്തായാലും സാറേ, അപ്പോൾ വേറൊരു കാര്യം കൂടെ ചോദിച്ചത് സാറേ, അപ്പോൾ ഇത് മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് തന്നെയാണ് സാറ് പറയുന്നത്. പൊട്ടിയാൽ എവിടെല്ലാം അഫക്റ്റ് ചെയ്യാൻ ചാൻസുകളാണ് പൊതുവേ? അതിനെപ്പറ്റി ഒന്ന് പറയാൻ പറ്റുമോ? ഞാൻ പൊട്ടൂലെന്നാ പറയുന്നത്, മനസ്സിലായോ? ഞാൻ പൊട്ടൂലെന്നാ പറയുന്നത്. കാരണം എന്താ? ഞാനിതിൻ്റെ മുമ്പിലുണ്ട്, എനിക്കിത് പരിഹരിക്കാൻ പറ്റും. പക്ഷെ പൊട്ടുമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഇത് പൊട്ടൂന്ന്, വലതുപക്ഷ നേതാക്കന്മാർ പറഞ്ഞു ഇത് പൊട്ടൂന്ന്, ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു പൊട്ടൂന്ന്, ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. പൊട്ടില്ല എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് റസൽ ജോയിയാണ്. കാരണം എന്താ? എനിക്കിത് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാ അതുവരെയും ജഗദീശ്വരൻ ഡാമിനെ പിടിച്ചു നിർത്തും എന്ന് ഒത്തിരി ആളുകൾ പറയുന്നു എന്നോട്. മനസ്സിലായി? ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്കിതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് വരെ ഈ ഡാം ദൈവം പിടിച്ചു നിർത്തും. അതിൽ ഞാനും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഡാം എത്രയോ മുമ്പ് പൊട്ടേണ്ടതായിരുന്നു. ഡാമിന് യാതൊരു ശക്തിയില്ലാതെ ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്ന ഒരു ഡാം. സുർക്കി എന്ന് പറയുന്ന സാധനം പെനി കുക്ക്, ഈ ഡാം കൺസ്ട്രക്ട് ചെയ്ത എഞ്ചിനീയർ പെനി കുക്കിൻ്റെ അസിസ്റ്റന്റ് എന്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ചുണ്ണാമ്പും മണലും വെള്ളവും കൂടി ചേർത്ത് ഒരു പ്രത്യേക ഊഷ്മാവിൽ ചൂടാക്കി ഒഴിച്ചതാണ് ഈ സുർക്കി. അല്ലാതെ ഈ ആളുകൾ പറയണ ഇൻഗ്രീഡിയൻസ് ഒന്നും സുർക്കിയിലില്ല. ഈ സുർക്കി പുറത്തേക്ക് വന്നാൽ വെള്ളവുമായിട്ട് പ്രവർത്തിച്ചാൽ ചുണ്ണാമ്പായതുകൊണ്ട് കാർബോണിക് ആസിഡ് ആവും. ഇത് ഡാമിൻ്റെ ഭിത്തികളെ ദ്രവിപ്പിച്ചിട്ടുണ്ട്. 128 വർഷം കൊണ്ട് അടിയിലുള്ള കല്ലുകളെല്ലാം പൊടിഞ്ഞിരിക്കുകയാണ്. 120 അടിക്ക് താഴെ വെള്ളമാണ്. അതിൻ്റെ അടിയിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് നമുക്ക് കാണാൻ കഴിയില്ല. അല്ലെങ്കിൽ തന്നെ ആ ഡാമിൻ്റെ അടുത്തേക്ക് ആരെ അടുപ്പിക്കുന്നില്ല. അതൊരു ചോദ്യമാണ്. ഞങ്ങളൊക്കെ ഈ മുല്ലപ്പെരിയാർ എന്ന് കേട്ടിട്ടേ ഉള്ളൂ. അതിൻ്റെ പരിസരത്തോ അതിൻ്റെ ഫോട്ടോസൊക്കെ പഴയതൊക്കെ ചാനൽ ആൾക്കാരെ കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഇപ്പോൾ പൊതിഞ്ഞു കെട്ടി ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്താണെന്നും കൂടെ ഒരു ശരിക്കും പറയാം അതൊരു ചോദ്യമാണ്. എന്താണ് അതിനെപ്പറ്റി സാറിൻ്റെ ഒരു അഭിപ്രായം? തീർച്ചയായിട്ടും ഇത് ജനാധിപത്യമാണോ? നമ്മുടെ പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഡാം, നമ്മുടെ സ്റ്റേറ്റിൽ നിലനിൽക്കുന്ന ഒരു ഡാം ജനങ്ങൾക്ക് കാണാൻ പറ്റൂല എന്ന് പറയുമ്പോൾ തന്നെ ദുരൂഹതയില്ലേ? എന്തുകൊണ്ട് ജനങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല? ഇപ്പോ ഇടുക്കി ഡാമിന്റെ മുമ്പിൽ പിള്ളേര് ഫുട്ബോൾ കളിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാമിന്റെ മുമ്പിലേക്ക് അങ്ങോട്ട് ചെല്ല്, ഒരു ആന ചെന്നാൽ പോലും ചതുപ്പിൽ അങ്ങ് മുങ്ങിപ്പോവും.
മനസ്സിലായ? ചതുപ്പാണ് 128 വർഷത്തെ സുർക്കി ഒലിച്ചൊലിച്ചൊലിച്ച് വന്ന് വലിയ ചതുപ്പുകൾ രൂപപ്പെട്ടിരിക്കുന്നത് മനുഷ്യർ കാണരുത്. അതുകൊണ്ടാണ് ആരെയും അങ്ങോട്ട് കയറ്റാത്തത്. ആരെങ്കിലും ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ റിട്ട് കൊടുത്താൽ കയറ്റേണ്ടി വരും. കാരണം ജനങ്ങളുടെ നികുതി പണം കൊണ്ട് സംരക്ഷിക്കപ്പെടുന്ന ഒരു ഡാം ആരുടെ ആയിക്കോട്ടെ, തമിഴ്നാടിൻ്റെ ആയിക്കോട്ടെ, കേരളത്തിൻ്റെ ആയിക്കോട്ടെ, ജനങ്ങളുടെ നികുതി പണമാണ്. അത് ജനങ്ങൾ കണ്ടേ പറ്റൂ, അറിഞ്ഞേ പറ്റൂ, അതിന് ഫോട്ടോ എടുത്തേ പറ്റൂ, വീഡിയോ എടുത്തേ പറ്റൂ. കാരണം അത് അവരുടെ സ്വത്താണ്. അല്ലാണ്ട് ഈ പറഞ്ഞ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ സർക്കാരിൻ്റെയോ സ്വത്തല്ല, ഇത് ജനങ്ങളുടെ സ്വത്താണ്. അങ്ങനെ നിയമമുണ്ട് ഈ രാജ്യത്ത്. ശരിക്കും പറഞ്ഞാൽ കേരള ജനത ഉണരണം, ഉടനെ തന്നെ ഉണർച്ച ഉണ്ടാകണം, ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കണം എന്നാണ് സാറ് പറയുന്നത്. തീർച്ചയായും. താങ്ക് യു സാർ. സാറിൻ്റെ ഒരു വിലപ്പെട്ട സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തതിന് വളരെ നന്ദിയുണ്ട്. അപ്പോൾ